ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് സൺഡേ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന വഴിയെ പതിവ് പോലെ തന്നെ എല്ലാവരും പറഞ്ഞില്ല ജനല തുറന്നിടണമെന്ന്, അതുകൊണ്ട് 2 ജനാലയും തുറന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെട്ടം കിട്ടും രണ്ടും തുറന്നിട്ടാൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുടിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പ് വെക്കാനായിട്ട് പോയതാണ്. എന്ത് കഷ്ടം തേങ്ങ ചവിട്ടില്ലേ പൊട്ട ടാപ്പ് ഈ ഉടുപ്പ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ടാപ്പ് പൊട്ടിയിട്ടാണോ ഉടുപ്പ് കളഞ്ഞേ? അപ്പോൾ അച്ചുക്കുട്ടൻ ടാപ്പ് പൊട്ടിയെന്നാണ് പറയുന്നത് കേട്ടോ. രാവിലെ അച്ചുക്കുട്ടൻ ബ്രഷ് ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ടാപ്പ് എന്തോ ഊരിപ്പോരുവാണ്ട് ചെയ്തു. അപ്പോൾ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛൻ ടാപ്പ് പൊട്ടിയെന്ന് പറഞ്ഞ് വിളിക്കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനേക്കാളും വലിയൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. വേറൊന്നുമല്ല, നമ്മൾ രാവിലെ എണീറ്റ് വന്ന വഴിയെ സാധാരണ ഒരിക്കലും നമ്മൾ ജനാല തുറന്നിട്ട് കിടക്കണമല്ല. പലകാലം എണീറ്റപ്പോൾ ഭയങ്കര ചൂടായ കാരണം ജനാലിൻ്റെ ഒരു പാള് തുറന്നിട്ടായിരുന്നു. ആ സമയം കൊണ്ട് ഒരു പൂച്ച അകത്ത് കയറി എന്നുള്ളതാണ്. പൂച്ച അകത്ത് കയറിയിട്ട് കറക്റ്റ് എണീറ്റ് വന്ന വഴി പൂച്ച കക്കിക്കൊണ്ട് ഇറങ്ങിപ്പോണത് കാണുന്നത്. കക്കിയെന്ന് പറഞ്ഞാൽ കക്കണതല്ല, കട്ടെടുക്കണതല്ല കേട്ടോ ഉദ്ദേശിച്ചേ, വായിന്ന് ഇങ്ങനെ വൊമിറ്റ് ചെയ്യില്ലേ, അത് തന്നെ സംഭവം. അപ്പോൾ രാവിലെ എണീറ്റ വഴിയെ പെരക്കകത്ത് ഇങ്ങനെ മുഴുവൻ വൊമിറ്റ് ചെയ്തിട്ട് എനിക്ക് ഇന്നത്തെ ദിവസം പോയല്ലോ ഭഗവാനെ ഓർത്തു രാവിലെ എണീറ്റ വഴി. എന്നിട്ട് പിന്നെ അതൊക്കെ ഫുള്ള് കോരി കളഞ്ഞ് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് വന്നത്. അപ്പോൾ ആച്ചിക്കുട്ടൻ പറയാം, അമ്മ എനിക്കൊരു പണി കിട്ടിയെന്ന് പറഞ്ഞാൽ ആച്ചിക്കുട്ടൻ പറഞ്ഞത്. അപ്പോൾ ഞാനും പറയും എനിക്കൊരു പണി കിട്ടിയടാ എന്ന് പറഞ്ഞു. ഇങ്ങനെ ആച്ചിക്കുട്ടൻ അതും പറഞ്ഞു കേട്ടോ. അപ്പോൾ ആച്ചിക്കുട്ടൻ അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഇന്നിപ്പം വിചാരിച്ചു, എന്താ പറയണേ, പൊടികളൊക്കെ ഈ കുറേശ്ശെ ബാലൻസ് വരികയല്ലേ. അതായത് ഇപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ നമ്മൾ എടുത്തതിൻ്റെ ബാലൻസ് വരും, മൈദ അങ്ങനെയുള്ള പൊടികളെല്ലാം ബാലൻസ് വരുമ്പോൾ ഞാൻ ചെയ്യണ പണിയെന്നറിയോ, ഇതെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്തങ്ങിടും. മിക്സ് ചെയ്തിട്ടിട്ട് അടയുണ്ടാക്കും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതായത് അരിപ്പൊടിയും ഗോതമ്പൊടിയും ഒക്കെ കൂട്ടിക്കടെ കുറേശ്ശെ ബാലൻസ് വരുമ്പോൾ ചെയ്യണ പണിയാണ് കേട്ടോ. അപ്പോൾ ഇന്നും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതെല്ലാം അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് തീർന്ന് കിട്ടുകയും ചെയ്യും, ഒരു നേരത്തെ ആഹാരം ആവുകയും ചെയ്യല്ലേ. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. എന്നാ പറയണേ, പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള അടയാണ് ഇന്നുണ്ടാക്കുന്നത്. കുറേ ദിവസമായി അട ഉണ്ടാക്കിയിട്ട്. ഈ വീട്ടിൽ വന്നിട്ട് അട ഉണ്ടാക്കിയിട്ടുണ്ടോ? 1 പ്രാവശ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നാണ്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ ഈ അപ്പം കുറേ ദിവസം ഇങ്ങനെ അപ്പം അടുപ്പിച്ചുണ്ടാക്കി, അപ്പം ഉണ്ടാക്കി കഴിയുമ്പോൾ ദോശ ഉണ്ടാക്കി അതൊക്കെ നമുക്ക് മടുത്ത് ഒരു ദിവസം ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾക്കിന്ന് അടയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി. പിന്നെ കറി വെക്കണം എന്നാന്ന് ഞാനിപ്പോൾ തീരുമാനിച്ചിട്ടില്ല, ഇച്ചിരി നേരം കഴിയണം. ബിനോട്ടൻ കടയ്ക്ക് പോകാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊണ്ടുവരുമോ എന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യം നോക്കാം എന്ന് വെച്ച് കേട്ടോ. അപ്പോൾ അരിപ്പൊടി ഞാനാണെങ്കിൽ കുറച്ച് ടിന്നകത്തിട്ട് വെച്ചായിരുന്നു, അതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് അവിടെ കുഴച്ച് മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇല പറിക്കാൻ പോണ ഭാഗമാണ് കേട്ടോ. ഇല പറിക്കാൻ പറഞ്ഞവർക്ക് എവിടെ നിന്ന് എടുക്കും, ഒന്നത് ഇവിടെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി ഒരു ചെറിയ ഇതുണ്ടായിരുന്നു, അതിൽ നിന്ന് ജസ്റ്റ് 2 ഇല കട്ട് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോന്നു. പിന്നെ കൊക്കോയിലക്കകത്ത് അട ഉണ്ടാക്കുമോ എനിക്കറിയില്ല കേട്ടോ. ഇവിടെ കൊക്കോ ഇഷ്ടംപോലെ ഉണ്ട്, വാഴയില അങ്ങനെ ഒത്തിരി ഇല്ല. അപ്പം കൊക്കോയിലക്കകത്ത് ഉണ്ടാക്കുമോ ഇല്ലെന്നൊന്ന് പറയണം കേട്ടോ, ആർക്കെങ്കിലും അറിയാമെങ്കിൽ. വട്ടയിലക്കകത്ത് അട ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം, അതൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ കൊക്കോയില യൂസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്തായാലും. പക്ഷേ ഇടനയിൽ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഈ ചക്കയപ്പം ഉണ്ടാക്കുന്ന ഇലയില്ലേ, അതിവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ വാഴയില വാട്ടി കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് തന്നെ അട ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചക്കക്കുരു മാങ്ങയും വെക്കാമെന്ന് ബിനോട്ടൻ പറഞ്ഞു. അപ്പം ചക്കക്കുരു അടുപ്പ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബിനോട്ടൻ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നായിരുന്നു കേട്ടോ. മാങ്ങയും അതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ. അപ്പോൾ നമ്മുടെ അട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. ഉജാല സോപ്പ് പൊടി ഇല്ലായിരുന്നു, ഉജാലയിലായിരുന്നു, അത് വാങ്ങിച്ചിട്ട് വന്നു. പിന്നെ കുറേ സവോളയും മാങ്ങയും എന്തൊക്കെയോ ഉണ്ട്. നമുക്കതങ്ങ് കുടഞ്ഞിട്ട് കാണുവാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പോൾ തക്കാളി, ഇഞ്ചി, കിഴങ്ങ്, പച്ചക്കറികളൊക്കെ ഏകദേശം തീർന്നു കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക, ഇനിയിപ്പോൾ സാമ്പാർ വെക്കാം. മാങ്ങ അച്ചാറിടാലോ എന്ന് ഓർത്ത് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ ബിനോട്ടൻ പറഞ്ഞ അച്ചാറിടണ്ടെന്ന്. കാരണം ബിനോട്ടൻ്റെ അമ്മാവൻ മരിച്ചു പോയിരുന്നേ. അപ്പോൾ അതിൻ്റെ പെലയാണ്.
അപ്പോൾ നമുക്ക് മീനൊക്കെ കൂട്ടാമെങ്കിലും ബിനുവേട്ടൻ കൂട്ടണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ അച്ചാറിടാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇച്ചിരി മുന്തിരിങ്ങ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി മീൻ വാങ്ങിച്ചുകൊണ്ട് തന്നോട്ടെ ഞങ്ങൾക്ക്. ഇത് നമ്മുടെ കേരയോ അങ്ങനെ എന്തോ മീനില്ലേ ആ സംഭവമാണ്. അതിലിത്തിരി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇച്ചിരി ചെമ്മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു പിള്ളേർക്ക് വറുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് ഇത്തിരി ഉള്ളൂ കേട്ടോ. അതാണ് ഇവിടെ നമ്മൾ ചെമ്മീൻ എന്ന് പറയും. അത് ചുമ്മാ ചുപ്പും മുളകും തിരുമ്മി വറക്കാനുള്ളൂ, ഒരു കുറച്ചേ ഉള്ളൂ കേട്ടോ, ലേശം എന്ന് പറഞ്ഞ കണക്ക്. ഇതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർക്ക് ഹെൽത്തി ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വാങ്ങിച്ചോണ്ട് വന്നു. അപ്പോൾ അതും അവിടെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റാനുള്ള ഫ്രിഡ്ജിൽ കയറ്റി, മുളക് തിരുമ്മാനുള്ള മുളകൊക്കെ തിരുമ്മി വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വെച്ചാൽ ചക്കക്കുരു മാങ്ങ വെക്കാനുള്ള ചക്കക്കുരു ഒരുക്കുന്ന ഭാഗമാണ്. പിന്നെ ചക്കക്കുരു ഒരുക്കിയപ്പോഴത്തേക്കും നമ്മുടെ അട ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചായ കൊടുക്കുമോ എന്ന് പറഞ്ഞ് അച്ചുകൂടം ഞാനിട്ടുള്ള ഒച്ചപ്പാടുണ്ടാക്കി. കാരണം ഒച്ചപ്പാടല്ല കേട്ടോ, ചുമ്മാ ഇങ്ങനെ പറയും. നമ്മൾ ഈ വർത്താനം പറയുമ്പോൾ അങ്ങനെ ഓരോ വാക്കുകൾ വന്നതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അച്ചുകൂട്ടനും ധ്യാനത്തിനുള്ള അടയൊക്കെ ചായയും എടുത്ത് കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുക്കറിനകത്താണ് കേട്ടോ ചക്കക്കുരു വെച്ചത്. അപ്പോൾ കുക്കറിനകത്ത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് ഉടഞ്ഞു കിട്ടും. മറ്റേപ്പാടെ വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഒരുപാട് നഷ്ടമാണ്. അപ്പോൾ ഇതിനകത്താണ് 2-3 വിസിലടിച്ച് കഴിയുമ്പോൾ ചക്കക്കുരു നല്ല വെണ്ണ പോലെ വെന്ത് കിട്ടും കേട്ടോ. ഇവിടെയാണ് ബിനുവേട്ടന് ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നും. എന്ത് വേവിച്ചാലും അതെ, ഇപ്പം കുമ്പളങ്ങ വേവിച്ചാലും ഒക്കെ അതെ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇച്ചിരി കൂർക്കം ബിനുവേട്ടന് മാത്രം ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. ഞങ്ങൾക്ക് മീനുണ്ടല്ലോ, അപ്പം കൂർക്കം മെഴുക്കുവരട്ടി ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ ഇന്നലെ ഞാൻ വെള്ളത്തിൽ ഇട്ടാണിത്. അപ്പോൾ അത് നമുക്ക് കൈകൊണ്ട് പതിയെ ഒന്ന് ഇങ്ങനെ തെറ്റിച്ചാൽ തന്നെ നന്നായിട്ട് തൊലി പോകും. അപ്പോൾ ഈ കൂർക്ക വെളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനുള്ള ഒരു പരിപാടി ഇതാണ് കേട്ടോ. ഞാൻ ചെയ്യണ ഇതാണ്. മറ്റേപാടെ നമ്മൾ പുഴുങ്ങിയിട്ടൊക്കെ ഈ കുക്കറിനകത്തൊക്കെ ഒറ്റ വിസിലടിച്ചിട്ടൊക്കെ നമുക്കങ്ങനെ എളുപ്പപ്പണി ചെയ്യാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൂർക്കയുടെ ആ ടേസ്റ്റ് അങ്ങ് പോകും. ടേസ്റ്റും പോകും, ഗുണവും പോകും. പക്ഷെ ഞാനിങ്ങനെ തലേന്ന് വെള്ളത്തിലിട്ടിട്ട് പിറ്റേന്ന് നമ്മൾ ഒരു കോട്ടൺ തുണിക്കകത്തിട്ടിട്ട് കൈകൊണ്ട് ഇങ്ങനെ വല്ല കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ തിരുമ്മി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് കൂർക്കയുടെ തൊലി പോകും കേട്ടോ. ഞാനിവിടെ അങ്ങനെ ഉണ്ടാക്കാറ് കൂടുതലും. അപ്പോൾ അതൊക്കെ അവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ വേഗം തന്നെ വീടൊക്കെ അടിച്ചു വരാനായിട്ട് ഇങ്ങ് പോകുന്നതാണ്. വീടൊക്കെ അടിച്ചു വാരിയിട്ടിട്ട് നമുക്ക് അടുക്കളയിലേക്ക് കയറുവാണെങ്കിൽ അവിടെ നല്ല നീറ്റായി കിടക്കുമല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഇച്ചിരി ഒന്ന് മടി പിടിക്കുന്ന ദിവസമാണെങ്കിൽ അന്ന് ആരെങ്കിലും വിരുന്നുകാർ വരും കേട്ടോ. ശ്രദ്ധിച്ചിട്ടുണ്ടോ, നല്ല രീതിയിൽ വീടൊക്കെ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ കിടക്കുവാണെങ്കിൽ അത് അത്ര നന്നായിട്ട് പെട്ടെന്ന് ആൾക്കാരൊന്നും വരികയല്ലേ. പക്ഷേ ഇച്ചിരി ഒന്ന് അലമ്പായി കിടക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം ആരെങ്കിലും കയറി വരും. അതാണ് നമ്മൾ. അത് കഴിഞ്ഞ് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകണ്ടായിരുന്നു, രാവിലത്തെ ചായ കുടിയുടെയൊക്കെ. അതൊക്കെ ഒന്ന് വേഗം കഴുകി വെച്ചു. അത് കഴിഞ്ഞ് ഇച്ചിരി പാല് ഉറയൊഴിക്കാനായിട്ട് ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തൈരിനകത്തേക്ക് ഒഴിച്ച് അത് ഉറയൊഴിക്കാൻ വെച്ചു. കാരണം ഇവിടെ എപ്പോഴും ഇപ്പം മോരുകറി ഉണ്ടാക്കാം. പിന്നെ ഇപ്പം ചൂട് കൂടുതലായ കാരണം ഈ തൈര് സംഭാരം പോലെയൊക്കെ ഉണ്ടാക്കി കുടിച്ചാൽ നല്ലതാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം നല്ലതല്ലേ. ഇച്ചിരി ഐസ് കട്ട കൂടി ഇട്ടിട്ട് അല്ലെങ്കിൽ ഇച്ചിരി തണുത്ത വെള്ളം ഒഴിച്ചങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനും ഒരു തൈര് ഇച്ചിരി അധികം ഉറ ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ ചായ പാലും ചായക്ക് അങ്ങനെയൊക്കെ പാലിന് മാറ്റി വെക്കാണ്ട് ഞാൻ ചായക്ക് മാറ്റി വെക്കാണ്ട് പാല് ഉറ ഒഴിക്കും കേട്ടോ കൂടുതലായിട്ടും. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ചക്കക്കുരു മാങ്ങയും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിനുവേട്ടൻ അതിനിടയ്ക്ക് പാചകത്തിന് കയറിയിട്ടുണ്ട് കേട്ടോ. ഞാനെല്ലാം ക്ലീനാക്കി വെച്ച് കഴിഞ്ഞപ്പോൾ കൂർക്ക എല്ലാം റെഡിയാക്കി കൊടുത്തപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവിച്ചിട്ട് കടുക് തളിച്ചാൽ മതി. അപ്പോൾ അതിനിടയ്ക്ക് ഞാനാണെങ്കിൽ മീൻ വറക്കാനുണ്ടായിരുന്നത്, ഞങ്ങൾക്ക് വേണ്ട മീൻ ഞാൻ വറക്കുവാണ് കേട്ടോ. അപ്പോൾ കഷ്ണം മീനാണ് ഞാനിപ്പോൾ വറുത്തത്. ഇത് കൂട്ട് ചെമ്മീൻ വൈകിട്ട് വല്ലതും വറക്കാമെന്ന് വെച്ചു. ഉച്ചക്കത്തേക്ക് ഇത് മതിയാകും. അപ്പോൾ അതൊക്കെ അടുപ്പ് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് അവിടെ കെട്ടി വെക്കാമെന്ന് വെച്ചു കേട്ടോ. എന്നോട് ഒത്തിരി പേര് പേഴ്സണലായിട്ട് ഇങ്ങോട്ട് മെസ്സേജ് ഇട്ട് പറയുന്നുണ്ട്, ശ്രുതി ആ ജനാലയിൽ ആ സ്റ്റാൻഡ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും, കുറച്ചുകൂടി സൗകര്യം കിട്ടുമെന്ന്. അപ്പോൾ അതെനിക്കും അറിയാമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കൊരു സംശയം തോന്നിയെന്നു വെച്ചാൽ എനിക്ക് നമുക്ക് ഒരുപാട് പൊക്കമുള്ള കാരണം പാത്രം എടുക്കാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കെട്ടി വെക്കാണ്ടിരുന്നത്. പക്ഷേ ഞാൻ കെട്ടി വെച്ചിരുന്നു. പക്ഷേ അതിലൊരു പ്രശ്നം വന്നു. സ്റ്റാൻഡ് കെട്ടി വെച്ച് താന്നു പോയി. പൊക്കി വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൂളിടേണ്ടി വരും, അല്ലെങ്കിൽ ഒരു കുരണ്ട എന്തെങ്കിലും നീക്കിയിട്ടിട്ട് വേണം പാത്രം എടുക്കാൻ. ഏറ്റവും മുകളിലത്തെ തട്ടിലത്തെ കാര്യം പറഞ്ഞാൽ, താഴത്തെ തട്ടിലൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അത് അഴിച്ചു കെട്ടുക എന്ന് പറയുന്നത് ഇച്ചിരി ഒരു പാടായതുകൊണ്ട് ഞാൻ ആ കെട്ടൻ്റെ കഷ്ടപ്പാട് കഴിഞ്ഞപ്പോൾ അതങ്ങ് വെച്ചിട്ട് പോന്നു. ഇനിയിപ്പം ഇനി സ്റ്റാൻഡ് നമ്മൾ ക്ലീൻ ചെയ്യാൻ എടുക്കുമല്ലോ, അന്നേരം നമുക്ക് ഇച്ചിരി പൊക്കി കെട്ടാമെന്ന് വെച്ചു കേട്ടോ. ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാറായിട്ടുണ്ട്. ഇങ്ങോട്ട് വീട് മാറ്റമൊക്കെ ആയിട്ടൊരു ക്ലീൻ, എന്നാലും ഞാൻ പിന്നെ അങ്ങ് ക്ലീൻ ചെയ്യാൻ നിന്നില്ല. ഇനി ക്ലീനിങ് കഴിഞ്ഞിട്ട് കെട്ടാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനിയും പണികൾ കിടക്കണത് കൊണ്ട് അങ്ങ് കെട്ടി വെച്ചു. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു വിധത്തിൽ ഒപ്പിച്ച് കെട്ടി വെച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത്.
അപ്പോൾ അതാ കണ്ടില്ലേ, നമുക്ക് ഹൈറ്റ് ഒരുപാടുണ്ട്, അതുകൊണ്ട് കൈ കഷ്ടി എത്തുള്ളൂ മുകളിലേക്ക്. ഈ 2 തട്ട് കുഴപ്പമില്ല കേട്ടോ, 3ാമത്തെ തട്ട് പാത്രം വയ്ക്കുമ്പോൾ ഇച്ചിരി പാടാം. അപ്പോൾ ഇനി ഇച്ചിരി ഹൈറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വല്ല കൊരണ്ടിയോ അല്ലെങ്കിൽ ചെറിയ സ്റ്റൂളോ ഇട്ടിട്ട് അതേ കയറി നിന്നിട്ട് പാത്രം എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. എന്നാലും ആ സാധനം ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ അത്ര സ്പേസ് നമുക്ക് അവിടെ കിട്ടും കേട്ടോ. പിന്നെ വാഷ് ബേസിൻ്റെ അവിടെ ഒരു ചെറിയൊരു അസൗകര്യം ആവുമെന്ന് എനിക്ക് സംശയമില്ലായില്ല. പൊക്കി വെച്ചാൽ കുഴപ്പമില്ല ഇങ്ങനെ ഇരിക്കുമ്പം. എന്തായാലും ഇപ്പോൾ തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് പറക്കി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ അടുക്കള ക്ലീൻ കഴിഞ്ഞ് പിന്നെ ഇനിയിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാനുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഈ സ്റ്റിച്ച് ചെയ്യാൻ പോകണം. അത് അച്ചുക്കുട്ടനും ധ്യാനോട്ടനും ഇവിടെ നിന്ന് വായിക്കും എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട്. എക്സാം ആവാറായിട്ടുണ്ട്. ഇപ്പോൾ അച്ചുക്കുട്ടനും പനിയൊക്കെ ആയിരുന്നു, ഒരാഴ്ച കൂടെ സ്കൂളിൽ പോകാണ്ടിരുന്നാലും അതിൻ്റേതായ കുഴപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള തുണിയൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഇനിയിപ്പം ഈ സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇരുന്ന് സ്റ്റിച്ച് ചെയ്യും. അതിനിടയ്ക്ക് ഓരോ പണികൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുപ്പിയിൽ നിന്ന് ഇറങ്ങിയ ഭൂതം പോലെ ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി കഴിയുമ്പോൾ വളരെ ചുരുക്കം ദിവസം ഉച്ചയ്ക്കൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കണം. എന്തെങ്കിലും പറ്റിയല്ലാണ്ട് വരുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുന്ന ദിവസമൊക്കെയാണ് ഞാൻ ഉച്ചയ്ക്ക് ചേരി ഇരിക്കുന്നത് കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഒരു പണി തീരുമ്പോൾ അടുത്ത പണി. പക്ഷേ എനിക്ക് ഇങ്ങനെ പണി ചെയ്യണം എനിക്കിഷ്ടമാണ്. പക്ഷേ നമുക്കൊരു റിസൾട്ടും കൂടി കിട്ടുവാണെങ്കിൽ ഒരുപാട് സന്തോഷമായിരുന്നു. പണി ഇങ്ങനെ ചെയ്യുമ്പം എന്താ പറയണേ, നമ്മുടെ കഷ്ടപ്പാടിനനുസരിച്ചുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടണില്ല. അതാണൊരു വിഷമമുള്ളൂ. എന്നാലും നമുക്ക് പോസിറ്റീവായിട്ടിരിക്കുക അല്ലേ. എന്തെങ്കിലും നമുക്ക് അതിനുള്ളൊരു കഷ്ടപ്പാടിന് റിസൾട്ട് കിട്ടും എന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ ഞാനാണെങ്കിൽ ലൈറ്റ് വെട്ടത്ത് കാണിച്ചപ്പോൾ എനിക്ക് തോന്നി ആ നൈറ്റി പീസിൻ്റെ ഭംഗി നിങ്ങൾ കണ്ടിട്ടില്ലാന്ന്. നല്ല ഭംഗിയുള്ള നൈറ്റി പീസായിരുന്നു കേട്ടോ. ഒരു ആഷ് കളറും ഒരു നല്ലൊരു റെഡ് കളർ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ റെഡ് അല്ല, എന്തൊരു പ്രത്യേക ഒരു റെഡ്, വൈൻ റെഡോ അങ്ങനെ എന്തോ റെഡാണ്. നല്ല നേരെ കാണാൻ ഈ മെറ്റീരിയൽ നല്ല ഭംഗിയാണ്. ആഷ് കളർ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് രണ്ടും ഫ്രോക്ക് നൈറ്റിക്കാണ്. നൈറ്റി അല്ല, ഫ്രോക്ക് നൈറ്റി. അപ്പോൾ നൈറ്റിക്ക് ഫ്രോക്ക് നൈറ്റിയൊക്കെ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാനിവിടെ എഴുതി കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ് അന്നേരം പറയാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വിടർത്തി നോക്കും. കാരണം ചില തുണികളുടെ ഡാമേജ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, കൊടുക്കാനും പറ്റില്ല, നമ്മുടെ തുണി നഷ്ടമാകും. പക്ഷേ ഇങ്ങനെ വിടർത്തി നോക്കുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവർ ആ തുണി മാറ്റി തരുവേ. അപ്പോൾ ഞാനിപ്പോൾ തയ്ക്കാൻ എടുക്കണതിന് മുമ്പ് ഇങ്ങനെ എല്ലാം വിടർത്തി അരിച്ച് പെറുക്കി നോക്കും എവിടെയെങ്കിലും എന്തെങ്കിലും കുത്തോ കോമയോ ഉണ്ടോയെന്ന്. അപ്പം വരാറില്ല, വളരെ ചുരുക്കം അങ്ങനെ വരാറുണ്ട്. അപ്പോൾ വരുമ്പോൾ നമ്മളത് മെറ്റീരിയൽ മാറ്റി വയ്ക്കും. അങ്ങനെയാണ്. അങ്ങനെ തയ്യലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ചായക്കുള്ള ഇത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരി വറുത്തിട്ട് ഉണ്ടാക്കിയാലേ ഇത് കുറേ നാളായിട്ട് ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ചുമ്മാ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു അവലോസ് പൊടി കഴിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അവലോസ് പൊടിയുടെ ഒക്കെ ഏകദേശം. അവലോസ് പൊടിയുടെ ടേസ്റ്റ് എന്ന് പറയാൻ പറ്റിയല്ല, എന്നാലും പണ്ടത്തെ ഒരു പലഹാരമാണ്. അത് പണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്, നേരത്തെ ഏതോ വീഡിയോക്കകത്ത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ അരി വറുക്കും, ചട്ടിക്കകത്തിട്ട് വെറുതെ ഇങ്ങനെ വറുത്ത് വരുമ്പോൾ അതിങ്ങനെ അങ്ങനെ ഒരു കരകരപ്പോടുകൂടി ഇങ്ങനെ വരും, ഒരു പതിയെ ഇങ്ങനെ വീർത്ത്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മളത് മിക്സിക്കകത്തിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ 2-3 തവണ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഫൈനായിട്ട് പൊടിക്കണം കേട്ടോ, അല്ലെങ്കിൽ കഴിക്കാൻ വെച്ചാൽ പാടായിരിക്കും. അപ്പോൾ അത്യാവശ്യം പൊടിഞ്ഞ് വന്നു കഴിയുമ്പോൾ നമ്മളിതിനകത്തേക്ക് ഇത്തിരി തേങ്ങയും ശർക്കരയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിന് മധുരത്തിനുള്ള തേങ്ങയും ശർക്കരയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് ക്രഷ് ചെയ്യുക, 1-2 പതിയെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ 4 മണി പലഹാരം ഇവിടെ റെഡിയായി. എളുപ്പത്തിലുണ്ടാക്കാം, അത്യാവശ്യം തിന്നാൻ. ഇപ്പോൾ അതായത് ഒരു 80-90 കിഡ്സിനൊക്കെ ഇത് ഇഷ്ടമാകും കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യമാണ്. ഇവിടെ അച്ചുക്കുട്ടന് ഇഷ്ടമായിരുന്നു, ധ്യാനോട്ടിന് ഇത് ചേർക്കാൻ വെച്ചാൽ പാടുപെടാ. തലരിപ്പ് കൂടുതലാണല്ലോ, അതുകൊണ്ട് ധ്യാനോട്ടിന് അത്ര അങ്ങ് ക്ഷമയൊന്നുമില്ല, അതുകൊണ്ട് പുള്ളി അത്രയും കഴിച്ചില്ല. പക്ഷേ അച്ചുക്കുട്ടൻ കഴിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കട്ടൻ ചായ ആണ് കേട്ടോ നല്ല കോമ്പിനേഷൻ. പാൽ ചായയും കുഴപ്പമില്ല, എന്നാലും കട്ടൻ ചായയുടെ അത്ര വരികയല്ല പാൽ ചായ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും, അവലോസ് പൊടി പോലെ ഇരിക്കും. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ചെമ്മീൻ ഇച്ചിരി ഉണ്ടായിരുന്നു, അത് വറുത്തു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കുർത്തി കണ്ടാലോ. നമ്മുടെ മറ്റേ ചാനൽ, പഴയ ചാനൽ, അതിനകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചേക്കാമെന്ന് ഓർത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്നുള്ളൂ. ഇത് ചാനലിൻ്റെ കൊളാബറേഷൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് കുർത്തി വന്നാണ്, മീഷോയിൽ നിന്നുള്ള കുർത്തിയാണ്. അപ്പോൾ ഇത് എന്താ പറയണേ, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വാങ്ങാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഈ ലിങ്ക് പ്രസ് ചെയ്താൽ മതി, ഡയറക്റ്റ് ആ ഒരു പ്രൊഡക്റ്റിലേക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങിച്ചു നോക്കാം. അപ്പം ഞാനിത് ഇട്ടും കൂടെ കാണിച്ചു തരാവേ.
അപ്പോൾ ഇതാണ് ഫസ്റ്റ് കുർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് റയോൺ മെറ്റീരിയലാണെന്ന് എനിക്ക് തോന്നുന്നു. നെക്കിലൊരു നോട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ കുർത്തി നേരിട്ട് കാണാൻ. ശരിക്കും ഒരു മീഡിയം സൈസൊക്കെ ഉള്ളവർക്ക് സ്മോൾ എടുത്താൽ മതിയോ. ഞാൻ ശരിക്കും റെഡിമെയ്ഡ് എടുക്കുമ്പോൾ മീഡിയം എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഞാനിത് സ്മോളാണ് സെലക്ട് ചെയ്തത്. സ്മോൾ സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് കറക്റ്റ് പാകമായിരുന്നു കേട്ടോ. പിന്നെ വയറൊക്കെ ഇച്ചിരി ഉള്ളവരാണെങ്കിൽ മീഡിയം എടുക്കണമായിരിക്കും നല്ലത്. എനിക്ക് വയറിൻ്റെ അവിടെ കൊണ്ട് ചെറുതായിട്ടൊരു ടൈറ്റ് ഫീൽ ചെയ്തു. എനിക്കത് ഇഷ്ടമല്ല ടൈറ്റായിട്ടിരിക്കണേ. പിന്നെ അടുത്തത് ഇതാ ഈ ഒരു കുർത്തിയായിരുന്നു കേട്ടോ. ഇതൊക്കെ വളരെ വിലക്കുറവായിരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ലിങ്ക് പ്രസ് ചെയ്താൽ കറക്റ്റ് ആ വിലയിലേക്ക് പോകാം കേട്ടോ. 100-200 രൂപയുടെ ഒക്കെ കുർത്തികളാണ്. ഇത് 200 എത്ര കണ്ടായിരുന്നു തോന്നുന്നു. ഇത് നല്ല രസമായിരുന്നു. ഒരു എയർലൈനിൽ ഇത് നല്ലൊരു ബ്ലൂ കളർ, സ്കൈ ബ്ലൂ എന്നൊക്കെ പറയുന്ന ഒരു കളർ അല്ലേ. ആ ഒരു റേറ്റിന് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കുർത്തിയൊക്കെ നല്ല സംഭവമാണ് കേട്ടോ. പിന്നെ തുണിയൊന്നും എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല, നനച്ചാൽ അറിയാവുള്ളൂ. പക്ഷേ ഓൾറെഡി കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതാണ് അടുത്ത കുർത്തി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ പഴയ ചാനലിൽ കിടക്കുന്നുണ്ട്. ടിപ്സ് ആൻഡ് വ്ളോഗ് ബൈ ശ്രുതി. ചാനലിൻ്റെ പേര് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പഴയതിൻ്റെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.